ആവശ്യത്തിന് യാത്രക്കാരില്ലാത്തതിനാൽ കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്കുള്ള നവകേരള ബസിന്റെ സർവീസ് പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ 2 ദിവസം ബസ് സർവീസ് നടത്തിയില്ല. വിവാദമായതോടെ 11 യാത്രക്കാരുമായി ഇന്ന് ബസ് വീണ്ടും സർവീസ് തുടങ്ങി. നിറയെ യാത്രക്കാരുമായി വലിയ സ്വീകാര്യതയോടെ സർവീസ് ആരംഭിച്ച നവകേരള ബസിന്റെ യാത്രയാണ് ഒടുവിൽ പ്രതിസന്ധിയിലാകുന്നത്. ഒരു ദിവസം 20,000 രൂപയുടെ ഡീസലാണ് വേണ്ടത്. തൊഴിലാളികൾക്ക് വേതനം നൽകുന്നതുൾപ്പെടെ പരമാവധി 30,000-നടുത്ത് ചെലവുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ടിക്കറ്റ് ഇനത്തിൽ ലഭിച്ചതാകട്ടെ പരമാവധി 15,000 രൂപ മാത്രം. 10-ൽ താഴെ റിസർവേഷൻ ഉള്ളതിനാൽ ബുധനും വ്യാഴവും ബസ് ഓടിച്ചില്ല. വിവാദമായതോടെ 10ഓളം യാത്രക്കാരുമായി നഷ്ടം സഹിച്ച് ഇന്ന് ബംഗളൂരുവിലേക്ക് ബസ് പുറപ്പെട്ടു. 26 സീറ്റുള്ള ബസ്സിൽ കോഴിക്കോടേക്ക് 11 പേരാണ് ബംഗളൂരുവിൽ നിന്നും ബുക്ക് ചെയ്തിരിക്കുന്നത്. സമയം പുനഃക്രമീകരിക്കണമെന്ന ആവശ്യം അധികൃതർ പരിഗണിക്കുന്നില്ലെന്നാണ് ആരോപണം. കോഴിക്കോട് നിന്നും 2 മണിക്കൂർ വൈകി രാവിലെ 6 മണിക്കും ബംഗളൂരുവിൽ നിന്നും 1.5 മണിക്കൂർ വൈകി വൈകിട്ട് 4 മണിക്കും സർവീസ് ആരംഭിച്ചാൽ പ്രതിസന്ധി പരിഹരിക്കാമെന്നാണ് ജീവനക്കാരും യാത്രക്കാരും പറയുന്നത്. 24 കോഴിക്കോട്.